രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കിഷ്കിന്ധ കാണ്ഡത്തിലൂടെയാണ്. ഇവിടെ ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന ഒരാശയമുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും പ്രത്യുപകാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഉപകാര പ്രത്യുപകാരങ്ങളാണ് മനുഷ്യകുലത്തെ, ജന്തുകുലത്തെ അതിജീവന പാതയിൽ നിലനിർത്തുന്നത്. പ്രത്യുപകാരത്തിന്റെ ഈ സന്ദേശം പകർന്നുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം ആരംഭിക്കുന്നു. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ. സ്വാഗതം സാർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സാർ. സ്വാഗതം സാർ. സ്വാഗതം ചെയ്യാം വിദ്യാസാഗർ ഗുരുമൂർത്തി സാർ. സ്വാഗതം സാർ. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം പ്രശ്നോത്തര മത്സരമാണ്. ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ സരസ്വതി വിദ്യാനികേതൻ എളമങ്കര, ടീം ബി അമൃത വിദ്യാലയം പുതിയകാവ്. ഇന്നലത്തെ പോലെ പോരാ, ഇന്ന് നന്നായി പെർഫോം ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: മഹ്യം യുദ്ധം പ്രയച്ഛ, എനിക്ക് യുദ്ധത്തെ നൽകുക എന്ന് പറഞ്ഞ് സമുദ്രത്തെ സമീപിച്ച അസുരൻ. എ മായാവി, ബി ദുന്ദുബി, സി മഹിഷൻ, ഡി പ്രഹസ്തൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ദുന്ദുബി. ലോക്ക് ചെയ്തു. ഓപ്ഷൻ ബി ദുന്ദുബി. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: യുദ്ധസന്നദ്ധനായ ബാലി സുഗ്രീവനെ നേരിടാൻ പുറപ്പെടുമ്പോൾ തടയുന്ന താര പുത്രനായ അംഗദൻ പറഞ്ഞ ഒരു വസ്തുത ബാലിയോട് വിശദീകരിക്കുന്നു. അതെന്താണ്? എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു. ബി ബാലിയെ ശപിച്ച മാതംഗമുനി സുഗ്രീവനെ അനുഗ്രഹിച്ചയച്ചതാണ്. സി സുഗ്രീവന് ദിവ്യശക്തി ലഭിച്ചതാണ്. ഡി അസുരന്മാർ സുഗ്രീവനെ പിന്തുണയ്ക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു. ഓപ്ഷൻ എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. സുഗ്രീവ പട്ടാഭിഷേക ശേഷം രാമാദികൾ പുറപ്പെട്ടെത്തിയത് എവിടെയാ? എ രാമഗിരിയിൽ, ബി പ്രസ്രവണഗിരിയിൽ, സി സുഗന്ധഗിരിയിൽ, ഡി ശാന്തിഗിരിയിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി പ്രസ്രവണഗിരി. ഓപ്ഷൻ ബി പ്രസ്രവണഗിരി. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ത്വാം രാമോ വിജാനീതേ സർപ്പം മണ്ടൂകരാവിണം എന്ന് വെച്ച തവളയുടെ കരച്ചിലോട് കൂടിയ സർപ്പമാണ് നീ എന്ന് രാമൻ അറിയാതെ പോയി. ആരെക്കുറിച്ചാണ് ഈ നിന്ദാവചനം? എ ശൂർപ്പണഖ, ബി സുഗ്രീവൻ, സി വിരാതൻ, ഡി രാവണൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സുഗ്രീവൻ. ഓപ്ഷൻ ബി സുഗ്രീവൻ. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ ബി സുഗ്രീവൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ? ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ആ തെക്കേ സമുദ്രത്തിന്റെ നടുവിൽ നിഴലിനെ പിടിച്ചു വലിച്ച് അതിന്റെ ആളിനെ തിന്നുന്ന രാക്ഷസി ഉണ്ടെന്ന് സുഗ്രീവൻ പറയുന്നു. ആ രാക്ഷസിയുടെ പേരെന്ത്? എ അയോമുഖി, ബി അങ്കാരക, സി ത്രിജട, ഡി ശോഭിത. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശീനെ വിളിക്കാം. ഓക്കെ, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. ഹലോ, പറയൂ. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത്. അവർക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല. നിരഞ്ജനയ്ക്ക് ഒരു സംശയം ഉണ്ടോ എന്ന് തീർത്തു കൊടുക്കൂ കേട്ടോ. പറഞ്ഞു. തീർച്ചയായിട്ടും. മുത്തശ്ശി, ഇതാണ് ചോദ്യം.
ആ തെക്കേ സമുദ്രത്തിൻ്റെ നടുവിൽ നിഴലിനെ പിടിച്ചു വലിച്ച് അതിൻ്റെ ആളിനെ തിന്നുന്ന രാക്ഷസിയുണ്ടെന്ന് സുഗ്രീവൻ പറയുന്നു. ആ രാക്ഷസിയുടെ പേരെന്ത്? ഓപ്ഷൻ എ അയോമുഖി, ഓപ്ഷൻ ബി അങ്കാരക, ഓപ്ഷൻ സി ത്രിജട, ഓപ്ഷൻ ഡി ശോഭിത. അങ്കാരക. ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യട്ടെ. ബി അങ്കാരക. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തു ബി അങ്കാരക. നമുക്ക് നോക്കാം. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരി. മുത്തശ്ശി ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വളരെ നന്ദി. ശരി, ഇവർ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോ അപ്പോഴും വന്ന് സഹായിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വടക്കു ദിക്കിലേക്ക് സീതാന്വേഷണത്തിന് നായകനായി സുഗ്രീവൻ നിയോഗിക്കുന്നത് ആരെ? എ ദ്വിവിധൻ, ബി ഗവയൻ, സി ശതബലി, ഡി നീലൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം മോള് പറ. ഓപ്ഷൻ എ ദ്വിവിധൻ. ഓപ്ഷൻ എ ദ്വിവിധൻ. ഓപ്ഷൻ എ ദ്വിവിധൻ. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം ബി ഉത്തരം പറയാത്തത് കൊണ്ട് ടീം എക്ക് ചോദ്യം കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: വടക്കു ദിക്കിലേക്ക് സീതാന്വേഷണത്തിന് നായകനായി സുഗ്രീവൻ നിയോഗിക്കുന്നത് ആരെയാണ്? ബി ഗവയൻ, സി ശതബലി, ഡി നീലൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി നീലൻ. ഓപ്ഷൻ ഡി നീലൻ. ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഞാൻ ചെയ്തു. ഡി നീലൻ. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, ശതബലി ആണ്. ശതബലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ടീം എയും ബിയും ഉത്തരം ഒന്നും പറഞ്ഞില്ല. ടീം എക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 6 മാർക്കാണ്. ഇന്നലെ 2 മാർക്ക്, ആകെ 8 മാർക്ക്. ടീം ബിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 4 മാർക്കാണ്. ഇന്നലെ 5 മാർക്ക്, അങ്ങനെ ആകെ 9 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ മിടുക്കന്മാരും മിടുക്കുകളുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. തുടങ്ങിക്കോളൂ. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനന്തവകാശം കവികളെ. ആശയം വിശദീകരിച്ചോളൂ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാഖണ്ഡത്തിലെ വാനരാദികളുടെ ആലോചന എന്ന ഭാഗത്തിലെ വരികളാണിവ. സമുദ്രലംഘനം ചെയ്ത് ലങ്കയിലെത്തി സീതയെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ സീതയെ കാണും എന്ന് സമ്പാദിയുടെ വാക്കുകൾ കേട്ട് സമുദ്രലംഘനം എങ്ങനെ ചെയ്യുമെന്ന് വാനരാദികൾ ആലോചിച്ചിരിക്കുന്നതാണ് ഇതിലെ സന്ദർഭം. ഈ മഹാസമുദ്രത്തിലെ ഭയങ്കരങ്ങളായ മുതലകളെ കണ്ട് ഭയന്നിരിക്കുന്ന വാനരന്മാർ ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ മറികടക്കാൻ നിന്നാൽ അവരുടെ പ്രാണൻ പോകുമെന്ന് അവർക്കൊരു സംശയം വന്നു. അപ്പോൾ അംഗദൻ പറയുകയാണ്, നമുക്ക് പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണെന്ന് അംഗദൻ വാനരാദികളോട് ചോദിക്കുകയാണ്. അതിനൊപ്പം ഇതെങ്ങനെ മറികടക്കുമെന്ന് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന വാനരന്മാരുടെ ചിന്തകളെയാണ് ഈ വരികൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആലാപനമൊക്കെ നന്നായി. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കപി ചാപല്യം ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കപി ചാപല്യം കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത്. അംഗദനാണ്
ഈ ചാപല്യം ആദ്യം എടുത്ത് പുറത്തിടുന്നത്. ഹനുമാൻ പോലും വാൽമീകി രാമായണത്തിലും അധ്യാത്മ രാമായണത്തിലും ഹനുമാൻ പോലും ഇടയ്ക്ക് ചാപല്യത്തിന് വശപ്പെടുന്നുണ്ട്. കാരണം ഒരു ദിക്കിലേക്ക് നിശ്ചയിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊരു ശങ്ക പലർക്കും ഉണ്ടാവും. ഇപ്പോൾ വലിയൊരു പാഠഭാഗം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് മുമ്പിലെടുത്ത് വെച്ചിട്ട് പഠനം തുടങ്ങി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം ഒന്നും മനസ്സിലാവാതെ വരുമ്പോൾ ഉടനെ തോന്നുകയാണ് ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മളെ സാധിക്കില്ല. ഇതെനിക്ക് നിശ്ചയമായും സാധിക്കും, വീണ്ടും 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 ശ്രമിച്ച് ഞാനിത് തരണം ചെയ്യുമെന്ന ബുദ്ധിയാണ് മനുഷ്യനെ കപിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇത്തരം ചാപല്യം മനുഷ്യർക്കുമുണ്ട്. ഇത് രാമായണം വായിക്കുമ്പോൾ ആപാദമധുരമാണ്, സുഭദ്രമാണ്. അതേ സമയത്ത് രാമായണം നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പറയുന്ന വാചകങ്ങളാണിവ. ഇതൊക്കെ എന്നെക്കൊണ്ട് നടക്കുമോ, നമ്മളെ കൊണ്ടൊക്കെ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പലതും നമ്മുടെ കഴിവിനകത്തുള്ളത് പോലും വിട്ടുകളഞ്ഞ് വിഡ്ഢികളായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടാറാണ് പതിവ്. അത് പാടില്ല എന്ന് എഴുത്തച്ഛൻ നമ്മളെ എഴുത്തിൻ്റെ അച്ഛനാണ്. ഇത് നമ്മളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത് വായിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എപ്രകാരമൊക്കെ തിരുത്തലുകൾ വരുത്തുമോ അപ്രകാരം ഇത് തിരുത്തട്ടെ എന്ന് കരുതി എഴുതി തന്നാണ്. ഗംഭീരമായ ആലാപനവും വിവരണത്തിൽ അല്പം ആശങ്കയുണ്ടായി. എന്തുകൊണ്ടെന്നറിയോ? അത് വിവരണം ബുദ്ധിയിൽ നിന്നല്ല വരേണ്ടത്. ഇത് നിത്യേന ജപിച്ച് ഈ അർത്ഥം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരണം. ഗുരു തരുന്ന ആശയങ്ങളെ ഉള്ളിൽ സ്വീകരിച്ച് ദഹിപ്പിക്കണം അവിടെ. അല്ലാതെ തലയിൽ നിർത്തിയിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ യാന്ത്രികമാവും. അതുകൊണ്ട് വിവരണത്തിൽ അല്പം യാന്ത്രികത അനുഭവപ്പെട്ടു എന്നുള്ളത് തുറന്നു പറയട്ടെ. ശരി, താങ്ക് യു ഗുരുമൂർത്തി സാർ. ഇനി നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സാർ. 6 out of 10. ഗോപാലകൃഷ്ണൻ സാർ. എന്നായിരുന്നു 6 മാർക്ക് ഞാൻ. ഗുരുമൂർത്തി സാർ. ഞാൻ 6 മാർക്ക് തരാം. ടീം എ നേടിയിരിക്കുന്നത് 18 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. യാതൊരളവ് ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കുമാത്മാവിനു സംസാരം എത്തുമവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. കിഷ്കിന്ധാകാന്ഡത്തിലെ താരയോടുള്ള ഉപദേശം എന്ന പ്രകരണത്തിലെ ഭാഗമാണ് ഞാനിവിടെ ആലപിച്ചത്. രാമദേവൻ ഇങ്ങനെ പറയുകയുണ്ടായി: ദേഹം, ഇന്ദ്രിയം, അഹങ്കാരം എന്നീ 3 കാര്യങ്ങളോടും നമ്മുടെ ആത്മാവിന് എന്നുവരെ ബന്ധമുണ്ടാകുന്നുവോ അന്നുവരെ നമുക്ക് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതിന് കാരണം വിവേകമില്ലായ്മയാണ്, അതായത് അവിവേകമാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ സംസാരം. ഇവിടെ ബന്ധമോക്ഷങ്ങളെ നിർണയിക്കുകയും ബന്ധകാരണങ്ങളെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ദേഹം, ഇന്ദ്രിയം, അഹങ്കാരം എന്നിവയൊക്കെ ബന്ധകാരണമാണ്. ഇതുണ്ടാവാൻ കാരണം നമ്മുടെ അവിവേകമാണ്. അതായത് നിത്യാനിത്യ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാതെ ഇരിക്കുക. ഈ മഹത്വമുള്ള ഈ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് സാധിച്ചിരിക്കുന്നു. ഗുരുമൂർത്തി സാർ. ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഒരു മിഥ്യ എന്നുള്ളത് തെറ്റിച്ചാണ് ഉച്ചരിച്ചത്. മിഥ്യ എന്നുള്ളത് കിട്ടിയില്ല. അതിന് തകാരത്തിൻ്റെ ഇരട്ടിപ്പ് മാത്രമേ കേട്ടുള്ളൂ. തകാരത്തോട് ഹകാരം ചേരണം മിഥ്യ എന്ന് പറയുമ്പോൾ. ഭൂതം അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് മുഴുവൻ വേദാന്തമാണ് പറയണത്, അത് മനസ്സിലാക്കുക. ശ്രീകുമാർ സാർ. അത്ര ആ ഒരു ഇതാണ് ഞാൻ നോട്ട് ചെയ്തത്. എങ്കിലും ഞാനൊന്ന് ചൊല്ലി കാണിക്കാം. യാതൊരളവ് ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ
മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. രണ്ട് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റായിട്ട് മലയാളികൾ പറയുന്നതാണ്. ഇപ്പം നിങ്ങൾ അഹങ്കാരം എന്ന് പറഞ്ഞു, എൻ്റെ ശരിക്കുള്ള അർത്ഥം മലയാളത്തിൽ എന്താണ് എല്ലാവരും ധരിക്കുന്നത്? ഞാനെന്ന ഭാവം. ഞാനെന്നും അല്ല. പൃഥിവി അപ്പ് തേജ വായു ആകാശ അഹങ്കാരാദി മഹദവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡമണ്ഡലി. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഞാനെന്ന ഭാവത്തിന് അഹംഭാവം എന്നാ പറയാം. പക്ഷേ ഈ അഹംഭാവവും അഹങ്കാരവും ശരിക്ക് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മലയാളി ഉപയോഗിക്കുന്നുണ്ട്. അഹങ്കാരം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, അഹംഭാവം ഈഗോ ആണ്, അതറിയാം. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ, 7 മാർക്ക്. ഗുരുമൂർത്തി സർ, 7 മാർക്ക്. ബി നേടിയിരിക്കുന്നത് 21 മാർക്ക്. ടീം എയുടെയും ബിയുടെയും ഇന്നലത്തെയും ഇന്നത്തെയും ആലാപനത്തിന്റെ മാർക്ക് നമുക്ക് നോക്കാം. ടീം എ നേടിയിരിക്കുന്നത് 36 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് 43 മാർക്ക്. ഇതോടെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ രൂപകമാണ്. രാമായണ രൂപകത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ദുന്ദുഭിയോഗം മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരെ മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. കൈധരിച്ചിട്ട് വയ്യ, മനസ്സറിഞ്ഞ് കരുത്തറിഞ്ഞ് യുദ്ധം ചെയ്യാൻ ആരെയും കാണുന്നുമില്ല. ആരുണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ? കടൽ കൊള്ളാം. കടലേ, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വാ, വരാൻ. പറയൂ ദുന്ദുഭി. എനിക്കാകെ ഒരു ഉണർവ് കേട്. ആരോടെങ്കിലും ഒന്ന് യുദ്ധം ചെയ്താലേ എനിക്കൊരു ഉന്മേഷം വരും. നീ പെരുങ്കടലല്ലേ, വാ, വന്ന് എന്നോട് യുദ്ധം ചെയ്, വാ. ഇല്ലില്ല, പരാക്രമത്തിൽ അദ്വിതീയനായ അങ്ങയെ യുദ്ധം ചെയ്യാൻ ഞാൻ മതിയാവില്ല. ഞാൻ അങ്ങയ്ക്ക് ചേർന്ന എതിരാളിയേയല്ല. പിന്നെ ഉണ്ട്, ഒരാളുണ്ട്. ഈ മഹാരണ്യങ്ങൾക്കൊക്കെ വടക്കായി താപസേന്ദ്രന്മാർക്ക് പാർപ്പിടവും അനേക പുണ്യനദികളുടെ ഉറവിടവുമായ ഒരാൾ, സാക്ഷാൽ ഹിമവാൻ. ആ പർവ്വതരാജാവ് അങ്ങയ്ക്ക് ചേർന്ന എതിരാളിയാണ്. അദ്ദേഹം അങ്ങേ യുദ്ധത്തിൽ സംതൃപ്തനാക്കും. നോക്കട്ടെ, മറുകരയില്ലാത്തവനാണെങ്കിലും സമുദ്രമേ, നീ ഒരു ഭീരുവാണ്. നീയാണോ ഹിമവാൻ? അതെ, ഞാൻ തന്നെ. നീ വലിയ യുദ്ധക്കാരനാണെന്ന് സമുദ്രം പറഞ്ഞു. അത് കേട്ടിട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് ഞാൻ. അയ്യയ്യേ, നക്തഞ്ചരേന്ദ്രനായ ദുന്ദുബി, ഞാനൊരു യുദ്ധക്കാരനേ അല്ല. വലിയൊരു ശരീരമുണ്ട് എനിക്ക്, അല്ലാതെ യുദ്ധം ചെയ്യാനൊന്നും എനിക്കറിയില്ല. തടിയാ, യുദ്ധമുറകൾ പഠിക്കാഞ്ഞിട്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ ഭയന്നിട്ടോ? രണ്ടായാലും വേണ്ടിയില്ല, ഒരു ഉപകാരം ചെയ്. എനിക്ക് ചേർന്ന ഒരു എതിരാളി എവിടെയുണ്ടെന്ന് പറഞ്ഞതാ. ഉണ്ട് ദുന്ദുബി, നിനക്ക് പറ്റിയ ഒരു പരാക്രമി ബാലി എന്നൊരു വാനരൻ കിഷ്കിന്ധയിലുണ്ട്. നീ അവൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ ചെല്ലൂ. നിന്റെ ആഗ്രഹം അവൻ സഫലമാക്കി തരും. നോക്കട്ടെ, ആ ബാലി ഒന്ന് കാണട്ടെ.
ഏ ബാലി, പുറത്തു വാ, പുറത്തു വരാൻ. ദുന്ദുബി അല്ലേ? നിന്നെ എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ ചുരമാന്തി നടന്നാൽ ചിലപ്പോൾ ജീവിതം അവസാനിച്ചു പോകും. ഏ കുരങ്ങ് രാജാവേ, എന്നോട് യുദ്ധം ചെയ്, അപ്പോൾ അറിയാം നിന്റെ കരുത്ത്. ഒരു കാര്യം ചെയ്, ഈ ഒരു രാത്രി കൂടി നിനക്ക് സമയം തരാം. നിന്റെ ഉള്ളിലെ മദ്യം കെട്ടടങ്ങിയിട്ട് നമുക്ക് നാളെ യുദ്ധം ചെയ്യാം. ദുന്ദുബി, ബാലി ചെയ്തിട്ടുള്ളത് മദ്യപാനമല്ല, വീരപാനമാണ്. നിന്റെ മരണമെടുത്തെങ്കിൽ അതെന്റെ കുറ്റമല്ല. നേരം വെളുക്കും വരെ കാത്തിരിക്കാനും വയ്യ. യുദ്ധം കൊതിച്ചു വന്ന നിനക്ക് യുദ്ധവും മരണവും ഒരുമിച്ചു തരാം. ഒരു ദുന്ദുബി. നന്നായിരുന്നു, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്തു. അതെന്നെക്കാളും നന്നായിട്ട് ജഡ്ജസ് പറയണതാവും നന്നാവും. നമുക്ക് പരിചയപ്പെടാം. പേര് പറയൂ. വേദവ്യാസ്. വേദവ്യാസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ദേവകൃഷ്ണൻ 8th. അഭിനവ് 9th. അശ്വിൻ 10th. അമ്പാടി ഉണ്ണി 8th. ശരി, അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ചില ക്യാരക്ടേഴ്സ് എനിക്കൊന്ന് വരുണൻ അല്ല പിന്നെ കടലായിട്ട് കാണുന്ന കുട്ടി, ആ ചില ഡയലോഗ് റെൻഡറിങ് പലരുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഡയലോഗ് റെൻഡറിങ്ങിൽ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ സംസാരിക്കുന്ന അതല്ല, അതിനപ്പുറത്ത് വേറൊന്നുണ്ട്. ഇപ്പം ഹിമവാൻ പറയുന്നത് കൊണ്ട് അയ്യയ്യേ നക്തൻ ജരേന്ദ്രനായ ദുന്ദുഭി, ആ നക്തൻ ജരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്കൊന്നും വ്യക്തമായില്ല. അപ്പം അത്തരം വാക്കുകൾക്കൊരു ശുദ്ധി കുറച്ചുകൂടെ വന്നാലും അഭിനയവും കുറച്ചുകൂടെ വരണം. ബാലി നന്നായിരുന്നു, ദുന്ദുഭി നന്നായിരുന്നു. ഓക്കെ. ഗോപാലകൃഷ്ണൻ സർ. നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ചെയ്തു, പക്ഷെ മൊത്തത്തിൽ എവിടേക്കോ കുറച്ച് കുറവുള്ളതായിട്ട് കുറവുള്ളതായിട്ടേ തോന്നിയുള്ളൂ. വേറെ പ്രോബ്ലം ഒന്നുമില്ല, കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആകാമായിരുന്നു എന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്. ബാലി ഗംഭീരായി, സംശയമില്ല. ദുന്ദുഭിയും ഏറെക്കുറെ ഒത്തുനിന്നു. മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ഹിമവാൻ ആ ശാന്തതയൊക്കെ നന്നായി, ഗാംഭീര്യമൊക്കെ നന്നായി. പക്ഷെ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ ഞെട്ടി എണീക്കല്ല വേണ്ടത്, ഉറങ്ങുകയല്ല ധ്യാനത്തിൽ. അപ്പോൾ കള്ളധ്യാനമായിരുന്നു ആൾക്കാർ വിചാരിക്കും. ഒരു നാടകം അഭിനയിക്കുന്നത് ആ കാഴ്ചക്കാർ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൂവി വന്നല്ലോ, ചലച്ചിത്രം വന്നപ്പോൾ ക്യാമറകൾ അവിടെ ഇവിടെയൊക്കെ വെക്കാനായി കണ്ണിൻ്റെ സൂക്ഷ്മചലനം പോലും ഒപ്പിയെടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മളിവിടെ ഒരു ഡ്രാമ ഇനാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ആൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കിട്ടണം, എൻ്റെ ഡയലോഗ് ഡെലിവറി കിട്ടണം, ആ പഞ്ച് കിട്ടണം. അതിനത്ര ശ്രമം വേണം. ചെയ്യുന്നത് എത്ര ചെറിയ തൊഴിലാണെങ്കിലും അത് ഗംഭീരമായ എഫർട്ട് അതിൻ്റെ പിന്നിലുണ്ടാവണം. ഈശ്വര കൃപ താനേ വന്നോളൂ. എന്തായാലും നന്നായി, സന്തോഷം. മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 13 out of 20. ഗോപാലകൃഷ്ണൻ സർ. ഞാനും 13. അപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്നത് 39 മാർക്ക്. ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ എലിമിനേഷൻ റൗണ്ടാണ്. ആരൊക്കെ അകത്ത് വരുമെന്നും ആരൊക്കെ പുറത്തു പോകുമെന്നും നമുക്ക് നാളെ വരേക്കും കാത്തിരിക്കണം. അതുവരേക്കും വിടാം. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.